ആരോഗ്യ മേഖലയാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത്. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ നിരവധി പദ്ധതികളാണ് പണ്ട് മുതലേ നടന്നു വരുന്നത്. പല സർക്കാരുകളും പല രീതിയിൽ ആരോഗ്യ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായി ഓരോ വർഷവും ഈ മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ കേരളത്തിനും വലിയ നേട്ടങ്ങളാണ് ആരോഗ്യ മേഖലയിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചുവെന്നാണ് LDF സർക്കാർ അവകാശപ്പെടുന്നത്. എന്ത് തന്നെ ആയാലും ഇത് ശരിവെക്കുന്ന രീതിയിലാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല വളർന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ വലിയ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ലഭിക്കുമായിരുന്ന പല ചികിത്സകളും സർക്കാർ ആശുപത്രികളിലും കൊണ്ടുവരാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു. മാത്രമല്ല കഴിഞ്ഞ 4 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം എന്ന പുരസ്കാരവും കേരളത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു. ഇത്തരത്തിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ തേടിയെത്തിയത് 50-ലേറെ അംഗീകാരങ്ങളാണ്. ഈ അംഗീകാരങ്ങൾ എല്ലാം തന്നെ ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന നല്ല മാറ്റത്തിന്റെ തെളിവാണെന്ന് തന്നെ പറയാം. ഇനി ഏറ്റവും അടിത്തട്ടിൽ നിന്നും നോക്കിയാൽ കേരളത്തിലെ നിരവധി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയതായി കാണാൻ സാധിക്കും. ഇതുവഴി ജനങ്ങൾക്ക് കൂടുതൽ ചികിത്സ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇത്തരത്തിൽ 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സജീവമായി ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല സർക്കാർ ആശുപത്രികളിലെ OP രജിസ്ട്രേഷൻ 80% കൂടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. അതോടൊപ്പം തന്നെ ചികിത്സാ ചെലവിൽ 60% കുറവും ഉണ്ടായി. ഇതെല്ലാം ജനങ്ങൾക്ക് കൂടുതൽ ഗുണനിലവാരമുള്ള ചികിത്സ ലഭിക്കാനും വഴിവെച്ചു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടത്തെക്കുറിച്ച് പറയാം. അതെ, ഡയാലിസിസ് ചികിത്സ. ഡയാലിസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മരവിച്ചു പോകുന്ന ജനങ്ങളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് 8 ഗവൺമെന്റ് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് നടന്നിരുന്നത്. ഇനി പ്രൈവറ്റ് ആശുപത്രികളുടെ കാര്യമെടുത്താൽ അവിടെ പണച്ചിലവായിരുന്നു പ്രധാന വെല്ലുവിളി. എന്നാൽ 8 ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്നും ഇന്ന് 123 ഗവൺമെന്റ് ആശുപത്രികളായാണ് ഇത് ഉയർന്നിരിക്കുന്നത്. കൂടാതെ 64,000 ഡയാലിസിസുകളാണ് ഓരോ മാസവും സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നതെന്നുമാണ് LDF സർക്കാർ പറയുന്നത്. മിക്ക ജില്ലകളിലും സൗജന്യമായും ഡയാലിസിസ് നടക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷം പറയുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ. കേരളത്തിൽ ഈ അടുത്തും ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി നടന്നിരുന്നു. ഇതും ഈ രംഗത്ത് LDF സർക്കാർ കൈവരിച്ച നേട്ടത്തിന്റെ നേർക്കാഴ്ചയാണ്. ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യം എടുത്തു നോക്കിയാൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിലും വർധനവ് വന്നതായി കാണാം. ഇടുക്കി, കാസർഗോഡ്, കോന്നി മെഡിക്കൽ കോളേജുകളാണ് ഇത്തരത്തിൽ യാഥാർത്ഥ്യമായത്. കഴിഞ്ഞ 10 വർഷത്തെ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാണിക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് തലവേദന ഉണ്ടാക്കിയ നിപ്പ, കൊറോണ വൈറസ് എന്നിവയെയും ഓർക്കാതെ പോവാനാവില്ല. PPE കിറ്റും മാസ്കും കേരളത്തിലെ ജനങ്ങൾക്ക് തികച്ചും പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. എന്നാൽ ആ വലിയ ദുരന്തവും അതിജീവിക്കാൻ LDF സർക്കാർ കേരളത്തിനോടൊപ്പം അടിയുറച്ചുകൊണ്ടു നിന്നു. ജനങ്ങളുടെ സുരക്ഷ അങ്ങേയറ്റം ഉറപ്പുവരുത്തുന്നതിൽ കേരളം വളരെ വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തിയതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ എവിടെയും തോൽക്കാതെ ആരോഗ്യ മേഖലയുടെ അടിത്തട്ടിൽ നിന്നും LDF സർക്കാർ ആരോഗ്യ മേഖലയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നും അക്ഷരം തെറ്റാതെ നമുക്ക് പറയാനാവും.